റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കാരിനും പോലീസിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മാതാപിതാക്കൾക്കും പെൺകുട്ടിക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിനെന്ന് കോടതി ചോദിച്ചു. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെടുത്തത് എന്ന് ചോദിച്ച കോടതി ഡോക്ടർ അരുൺകുമാറിനെ സ്വന്തം ജാമ്യത്തിൽ വിടണമെന്നാണ് നിർദ്ദേശിച്ചത്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകും. ശ്യാം, എന്തിനായിരുന്നു ഈ കേസ് എന്നല്ലേ ആത്യന്തികമായി കോടതി ചോദിച്ചിരിക്കുന്നത്? ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനും ഒപ്പം റിപ്പോർട്ടറായ ഷഹബാസിനുമെതിരെ കന്റോൺമെന്റ് പോലീസാണ് രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തത്. ഈ കേസിലാണ് ഹൈക്കോടതി സർക്കാരിനും ഒപ്പം കന്റോൺമെന്റ് പോലീസിനും നേരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചത്. മാതാപിതാക്കൾക്കും പെൺകുട്ടിക്കും പരാതി ഉണ്ടോ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ആർക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിന് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് എന്തിനാണ് എന്നുമാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് സർക്കാരിനോട് ചോദിച്ചത്. ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കില്ലല്ലോ എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. എന്തിനാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്നും സർക്കാരിനോട് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചു. ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പരിഹാസ രൂപേണയുള്ള ചോദ്യം. 3 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കേസാണിത് എന്ന കാര്യവും കൂടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിരീക്ഷിക്കുകയും ചെയ്തു. തുടർന്നാണ് റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ K അരുൺകുമാറിനും റിപ്പോർട്ടർ ഷഹബാസിനും ഇടക്കാല മുൻകൂർ ജാമ്യം നൽകാൻ വേണ്ടി ഹൈക്കോടതി തീരുമാനമെടുത്തത്. ഡോക്ടർ അരുൺകുമാറിനെയും ഷഹബാസിനെയും അറസ്റ്റ് ചെയ്താൽ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അതായത് ഒരു ഉപാധികളുമില്ല, സ്വന്തം ജാമ്യത്തിൽ മാത്രം മതി എന്നതാണ് ഹൈക്കോടതി ഇതിൽ വ്യക്തമാക്കിയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇത് മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന ദിവസം തന്നെയാണ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഡോക്ടർ അരുൺകുമാറും ഷഹബാസും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.